നമ്മുടെ മോഹിനിയാട്ടം മൂവി ഷൂട്ട് ചെയ്ത അമ്പലത്തിലേക്കൊരു യാത്രയായാലോ? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്തുള്ള കൽപ്പത്തൂർ പരദേവതാ ക്ഷേത്രം. ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. മോഹിനീശ്വരി ദേവിയുടെ ക്ഷേത്രം കൂടി എന്നാണ് ഈ ഒരു അമ്പലത്തെ പറ്റി ആ മൂവിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത്. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വഴി എപ്പോഴും തെറ്റാറുണ്ടേ. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു പടിപ്പുരയുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രീ വെഡ്ഡിങ് ഷൂട്ടിനും ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അത്രയ്ക്കും പഴമയുടെ ആ ഒരു തനത് ഭംഗി നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. മഴക്കാലത്താണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത്രയ്ക്കൊരു ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയുക. ചുറ്റിലും പച്ചപ്പൊക്കെ ആയിട്ട് ശരിക്കും ഇത്ര അടിപൊളിയായിട്ടുള്ള അമ്പലങ്ങൾ ഇന്നത്തെ കാലത്ത് കുറവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് ചേട്ടന്മാരെല്ലാം എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ തുറക്കാത്ത സമയത്ത്, അതായത് ക്ഷേത്രം തുറക്കാത്ത സമയത്താണ് വരുന്നതെങ്കിൽ അനുവാദം കൂടാതെ ക്ഷേത്ര പരിസരത്ത് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്. അതേപോലെ തന്നെ ക്യാമറയും മൊബൈൽ ഫോണിലൊക്കെ ചിത്രീകരണമൊക്കെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല. അത് വീഡിയോസ് നമ്മൾ, അതായത് നിങ്ങൾ ക്യാമറയിലൊക്കെ എടുക്കുകയാണെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം. അതിനൊരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ചിത്രീകരണത്തിന് അനുവദിക്കപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 മണിക്കൂറാണ്. കൂടുതൽ സമയം ആവശ്യമുള്ള ആൾക്കാർ ഓഫീസായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മാത്രം മതി. രാവിലെ 6 മണി തൊട്ട് 11 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി തൊട്ട് 7 മണി വരെയാണ് ചിത്രീകരണത്തിന് അനുവാദം ഉള്ളത്. ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമ്മിറ്റിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. അതേപോലെ ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട്. ആ കുളത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ സ്പർശിക്കാനും പാടില്ല. ആൽത്തറയുണ്ട്, അതിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് തെറ്റായ സമയമായിരിക്കേ. 11 മണി വരെ അമ്പലം തുറക്കുന്നുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുടങ്ങി 9 മണി വരെയും വൈകുന്നേരം 5:30 തുടങ്ങി 7 മണി വരെയാണ് അമ്പലം തുറക്കുന്നത്. അതേപോലെ നിങ്ങൾ മാപ്പ് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ആരുടെങ്കിലും വഴിയും കൂടെ ചോദിക്കണം. എപ്പോഴും വഴി തെറ്റാറുണ്ട് ഇവിടെ. ഞാൻ മുന്നേ വന്ന സമയത്തും കുറേ ചെറിയ വഴികളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തെറ്റിപ്പോകുന്നത്. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഒരു യാത്രയിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അമ്പലങ്ങളിൽ ഒന്നാണേ. ഈ ഒരു അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പഴമയുടെ ഒരു പ്രൗഢി അത്രയ്ക്കും വിളിച്ചോതുന്ന ഒരു അമ്പലം. കോഴിക്കോട് ടൗണിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് ഏകദേശം 42 കിലോമീറ്റർ ആണ് കേട്ടോ ദൂരം വരുന്നത്. ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു 4.5 കിലോമീറ്ററിന് അടുത്ത് തന്നെ വേറൊരു മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലം കൂടിയുണ്ട്. നിങ്ങളൊരു പ്രധാനപ്പെട്ട ദിവസം ഇവിടെ വരികയാണെങ്കിൽ അത്രയ്ക്കും തിരക്കായിരിക്കും കേട്ടോ. ഓണമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അല്ലാത്ത സമയത്ത് വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തൊഴുത് തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ മര്യാദയ്ക്കൊന്നും തൊഴാൻ പോലും പറ്റില്ല. പേരാമ്പ്രയിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ മേലെയും വടകരയിൽ നിന്നാണെങ്കിൽ 22 കിലോമീറ്റർ ആണ് വരുന്നത്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും പരദേവതാ ക്ഷേത്രം എന്ന് അടിച്ചാൽ മതി, കൽപ്പത്തൂർ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടേക്കുള്ള റോഡ് എന്ന് പറയുന്നത് കുറച്ച് ഉള്ളോട്ടേക്ക് വരാനുണ്ട്. മാപ്പിൽ നോക്കിയിട്ട് വന്ന സമയത്ത് മാപ്പ് ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്ക് നട അടച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ 9:30 ആകുമ്പോഴേക്ക് നട അടയ്ക്കുന്നുണ്ട്. നിങ്ങളിവിടെ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് മാത്രം വന്നാൽ മതി. അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അതായത് ഈ പച്ചപ്പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലം മുറ്റമൊക്കെ കാണാൻ. ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഈ ഒരു പടിപ്പുര പോലെയുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതുപോലെയുള്ള പടിപ്പുരയുള്ള അമ്പലങ്ങളൊക്കെ വളരെ കുറവാണ്. മസ്റ്റായിട്ട് നിങ്ങൾ മഴയുള്ള സമയത്ത് വരണം. അത്രയ്ക്കും അടിപൊളിയാണ്. ദാ ഈ കാണുന്ന ഇതിന്റെ ഉള്ളിൽ നമുക്ക് മുകളിലൊക്കെ പോവാം ട്ടോ. പക്ഷെ ഞങ്ങളിപ്പോ എത്തിയപ്പോ ക്ലോസ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോഷൂട്ടിന് നടുമുറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ആൽമരവും പടിപ്പുരയും ഈ ഒരു പച്ചപ്പും എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ഒരു അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു അമ്പലം ഉള്ളത്. ഈ ഒരു ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണെന്ന് ചരിത്രരേഖകളിൽ പറയുന്നുണ്ടെന്ന് ഇവിടുന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊരു പ്രഭു കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നടുമുറ്റവും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അമ്പലം അടച്ചതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത്രയ്ക്കും ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാരണം ഒരുപാട് വീഡിയോസിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫുള്ള് ഓടും മരങ്ങളൊക്കെയാണ്. ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കരവിരുത് എന്ന് പറയുന്നത് അത്രയും എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. കാരണം ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നും അന്നില്ല. എങ്കിൽ കൂടി ഓരോന്ന് കാണാനും അത്രയ്ക്കും ഭംഗിയാണേ.
അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളായിട്ട് കണക്കാക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന കിരാതമൂർത്തിയാണ് കേട്ടോ. ഏകദേശം 5.5 അടി ഉയരമുള്ള ഈ ഒരു വിഗ്രഹം ചക്കമരത്തിൽ നിർമ്മിച്ചതാണ്, അതായത് പ്ലാവിൽ. ഇതുകൂടാതെ ഭഗവതിക്കായിട്ട് സമർപ്പിച്ച മറ്റൊരു ശ്രീകോവിൽ ഇവിടെയുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകളിൽ ഒന്നാണ് മരക്കൊത്തുപണികൾ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പടിപ്പുര വളരെ പ്രശസ്തമാണ്, നേരത്തെ നമ്മൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് വന്നത്. കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്നാണൊന്ന് നടന്നത്. ഒന്ന് ചിരിക്കടി. ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അമ്പലം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ധ്വനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ഇത്രയും ഉയരത്തിലാട്ടോ ഈ ഒരു അമ്പലം ഉള്ളത്. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോവാൻ. കോഴിക്കോട് ജില്ലയിൽ ധ്വനി മൂവിയാന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ ഏതോ ഒരു മൂവി ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വരുന്നുള്ളത് ഇപ്പൊ ഗേറ്റ് അടച്ചിട്ടാണ്, കാരണം സമയം കാര്യമൊക്കെ കഴിഞ്ഞതുകൊണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്റ്റെപ്പുകളാണ്. ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ. 12:30 വരെയാണ് ഇവിടെ അമ്പലം നട അടയ്ക്കുമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ധ്വനി മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്പലത്തിലാണ്, തിരുവങ്ങായൂർ മഹാശിവക്ഷേത്രം. നട അടച്ചെന്ന് തോന്നുന്നത്. ഗൂഗിളിലെ സമയം നോക്കി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് പോകാനാവില്ല. ഗൂഗിളിൽ 12:30 ടൈം കാണിക്കുന്നത്, പക്ഷെ ഇവിടെ നട അടച്ചിട്ടുണ്ട്. ഗേറ്റ് ഒക്കെ അടവാണ്. പാറക്കെട്ടിന് മുകളിലാണ് ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. 108 നല്ല ഭംഗിയുണ്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് എന്റെ വീട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് വന്നപ്പോ തന്നെ നട അടച്ചു പോയി. പറയുന്നത് ഏകദേശം 5000 ഇതിന്റെ അടുത്തൊക്കെ പാറ കാണുന്നുണ്ട്. ഇനി പാറപ്പുറത്താണോ ഈ അമ്പലം എന്നറിയില്ല. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും പറയുന്നുണ്ട്. താഴെ ഒരു അമ്പലവും കാണുന്നുണ്ട്, ചെറിയൊരു അമ്പലം. ഇവിടെ ഈ ഒരു ക്ഷേത്ര പരിസരത്തുണ്ട്. ഞങ്ങള് മുകളിലേക്ക് കയറുകയാണ്. ഇവിടം വരെ കയറുന്നുള്ളൂ, നട അടച്ചതുകൊണ്ട്. അത്രയ്ക്ക് അടിപൊളി കേട്ടോ. എത്രയോ സ്റ്റെപ്പുകളുണ്ട്, എത്രയാന്നുള്ളതൊന്നും അറിയില്ല. വിളക്കും സന്ധ്യ ടൈമാകുമ്പോൾ ഇരുട്ടാവുമല്ലോ, മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇത് നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് ഒന്ന് കയറി ഞങ്ങളൊന്ന് അമ്പലം ഒന്ന് നോക്കി കണ്ടതാണ്. മുകളിലേക്കൊന്നും പോയിട്ടില്ല, കാരണം അടച്ചിട്ട അമ്പലമാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു കുട്ടി പട്ടാളമുണ്ട്. ഞങ്ങൾ കുറച്ച് മുകളിൽ വരെ കയറിയതാണ്. അപ്പോൾ തിരിച്ചിറങ്ങുക. ഇവിടേക്ക് വരുന്ന ആൾക്കാർ മുകളിൽ കയറണമെങ്കിൽ സമയം നോക്കിയിട്ട് വരാം. ഇവിടുന്ന് ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് 10-10:30 ആകുമ്പോഴേക്ക് നട അടയ്ക്കുന്ന. അങ്ങനെ നമ്മൾ അമ്പലം അടച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്പ് ഞങ്ങളൊന്ന് മേലേക്ക് കയറിയതാണ്. ഇപ്പോൾ ഹിന്ദിക്കാരാണ് പോലും പൂജാരിമാർ, ദേവസ്വത്തിൻ്റെതാണ്. അപ്പോൾ ഇവിടേക്ക് വരാം. രാവിലെ എത്തുക, 10 മണി 10:30 ആകുമ്പോഴേക്കും നട അടയ്ക്കും. ഇതാ കണ്ടോ നിങ്ങൾ മുകളിൽ. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു അമ്പലം. ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇത്രയും അടുത്തായിട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഒരു മസ്റ്റ് വിസിറ്റ് അമ്പലമാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് വടകരയിൽ നിന്ന് 26 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എന്തായാലും ഗൂഗിളിൽ നോക്കിയിട്ട് വരാൻ നിൽക്കണ്ട. കോഴിക്കോട് നിന്ന് നിങ്ങൾ വരികയാണെങ്കിൽ 39 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ സമയവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വന്നാൽ മതി. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ നേരത്തെ എത്തിയാൽ മതി. ഇതാ എൻ്റെ കൂടെ വന്ന ആൾ താഴെ നിന്നതാണ്. ഒരാൾക്ക് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതുണ്ടോ. അങ്ങനെ ഞങ്ങൾ താഴേന്ന് ഭഗവാനെയും തൊഴുതിട്ട് ആ ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടിയും വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് വന്നാൽ മതി. ഒരു കുന്നിന്റെ മേലെയാണെന്ന് തോന്നുക കണ്ടിട്ട്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ വണ്ടി നിർത്തിയിട്ട് പോരുക. ഇവിടെ നല്ലൊരു ആൽത്തറയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓക്സിജനും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.